ഗാസയിൽ ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കാൻ ഉടമ്പടിയായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഹമാസ് ഉൾപ്പെടെയുള്ള ഗാസയിലെ സായുധ ഗ്രൂപ്പുകളെ പൂർണ്ണമായും നിരായുധീകരിക്കുമെന്നാണ് ട്രംപ് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഈ നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വച്ചിരുന്നെങ്കിലും ഹമാസ് അതിനെ അനുകൂലിച്ചിരുന്നില്ല. എന്നാൽ ഹമാസ് ഇപ്പോൾ ചരിത്രപരമായ കരാറിൽ എത്തിയെന്ന് ട്രംപാണ് ആദ്യം ലോകത്തെ അറിയിക്കുന്നത്. സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ ഇതൊരു നിർണായക ചുവടുവെപ്പെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കി. ഘട്ടം ഘട്ടമായാണ് നിരായുധീകരണ പ്രക്രിയ പൂർത്തിയാക്കുക. ഈ പ്രക്രിയ പൂർത്തിയാകുന്നതനുസരിച്ച് ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുമെന്നും തുടർന്ന് പുതിയ പലസ്തീൻ പോലീസുമായി ചേർന്ന് അന്താരാഷ്ട്ര സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ഗാസയുടെ സുരക്ഷ ഏറ്റെടുക്കുമെന്നും ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് ഓഫ് പീസ് വഴിയാണ് ഈ ധാരണ രൂപപ്പെടുത്തിയത്. വെടിനിർത്തൽ നടപ്പാക്കിയ ശേഷം ഗാസയിൽ ഹമാസ് ഭരണം പിരിച്ചുവിട്ടിരുന്നു. പുതിയ സമാധാന സമിതിക്ക് ഭരണം കൈമാറാൻ വേണ്ടിയായിരുന്നു അത് ചെയ്തത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച നിരായുധീകരണ കരാറിനെ സൗദി അറേബ്യ സ്വാഗതം ചെയ്യുകയാണ്. കരാർ സാധ്യമാക്കുന്നതിൽ ട്രംപിന്റെ നേതൃത്വത്തെയും പ്രതിബദ്ധതയെയും പ്രശംസിച്ചുകൊണ്ടാണ് സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയത്. ഈ കരാറിലെത്താൻ തുടർച്ചയായി ശ്രമിച്ച ഈജിപ്ത്, ഖത്തർ, തുർക്കി, അമേരിക്ക എന്നിവർക്കും മറ്റു പങ്കാളികൾക്കും സൗദി നന്ദി അറിയിച്ചിട്ടുണ്ട്. ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിന്മാറണമെന്നും പലസ്തീൻ ജനങ്ങൾക്ക് മാനുഷിക സഹായവും പുനർനിർമ്മാണ സഹായവും തടസ്സമില്ലാതെ എത്തിക്കണമെന്നും സൗദി മന്ത്രാലയം ആവശ്യപ്പെട്ടു. നിരായുധീകരണ കരാർ ഒരു തുടക്കമാണെന്നും അതിന് പിന്നാലെ പലസ്തീൻ ജനതയുടെ സ്വയം നിർണയാവകാശം ഉറപ്പാക്കുകയും സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്ന സമഗ്ര രാഷ്ട്രീയ പ്രക്രിയ ആരംഭിക്കണമെന്നും സൗദി പറയുന്നു. ഗാസയിലെ ഭരണം ഹമാസ് പിരിച്ചുവിട്ടെങ്കിലും ക്രമസമാധാന ചുമതലയും പോലീസും ഗാസയിൽ തുടരുന്നുണ്ട്. പുതിയ പോലീസ് സംവിധാനം വരുന്നവരെ തുടരുമെന്നാണ് ഹമാസ് അറിയിച്ചത്. എന്നാൽ ഈ കരാറിനോട് ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. ഗാസയിൽ ഇന്നലെയും ഇസ്രായേൽ ശക്തമായ രീതിയിൽ തന്നെ ആക്രമണം തുടർന്നിരുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആർക്കും ജീവഹാനി ഉണ്ടായതായി റിപ്പോർട്ടില്ല. ഗാസയിൽ ആയുധം ഉപേക്ഷിക്കാനുള്ള ട്രംപിന്റെ പദ്ധതി അംഗീകരിച്ചതായി ഹമാസ് പറയുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ നീക്കങ്ങൾക്ക് അനുസരിച്ചായിരിക്കും അന്തിമ തീരുമാനമെന്നും ഹമാസ് വ്യക്തമാക്കി. ഇസ്രായേൽ എല്ലാ രൂപത്തിലുള്ള ആക്രമണങ്ങളും അവസാനിപ്പിക്കുകയും ഗാസയിൽ നിന്നും തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കുകയും ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു കാര്യങ്ങൾ എന്ന് ഹമാസിന്റെ പ്രസ്താവനയിൽ പറയും. ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കുന്നതിനുള്ള ഇസ്രായേലിന്റെ പ്രതിബദ്ധതയായിരിക്കും ഈ കരാർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള അടിസ്ഥാനമെന്നും ഹമാസ് വ്യക്തമാക്കി. അന്താരാഷ്ട്ര സംരക്ഷണ സേനയെ വിന്യസിക്കണമെന്നും സ്വയം നിർണയ അവകാശവും സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള അവകാശവും ഉറപ്പാക്കണമെന്നും ഈ കരാറിൽ വ്യവസ്ഥയുണ്ടെന്നാണ് ഹമാസ് പറയുന്നത്.